ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നിമിഷ വിജയെക്കുറിച്ചാണ്. ആൾക്കാർ എന്നോട് കമന്റ് ചോദിക്കാറുണ്ട്, എന്താണ് ആ വീഡിയോ ചെയ്യാത്തത്, നിമിഷയെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തത്. കാരണമൊന്നുമില്ല, ശ്രദ്ധിച്ചിട്ടില്ല. നേരത്തെ പണ്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഈ അടുത്തായിട്ട് ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇന്നലെ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ കണ്ടു. ഈ ഷോർട്ട് വീഡിയോ കണ്ടപ്പം കുറച്ച് വീഡിയോ കണ്ടു, ഷോർട്ടായിട്ട് വന്ന ഫുൾ ഇന്റർവ്യൂ കണ്ടില്ല. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് കണ്ടിരുന്നപ്പോൾ തോന്നിയൊരു കാര്യം പറയണമെന്ന് തോന്നി. അതായത് ഒരു ഇന്റർവ്യൂവിന് പോയിരുന്നിട്ട് സ്വയം നമ്മളെ വിലയിരുത്തുകയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സമൂഹം എങ്ങനെ വിലയിരുത്തുന്നു എന്നൊക്കെ നമുക്കൊരു ബോധം വേണം. അതിനെക്കുറിച്ചൊക്കെ നമുക്കും ഒരു എന്ത് പ്രവൃത്തിയും നമുക്ക് ചെയ്യാം. പല ന്യായീകരണങ്ങൾ നമ്മൾ അതിൽ കണ്ടെത്തും. തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം മോഷണം നടത്തുന്നവരും വ്യഭിചാരം നടത്തുന്നവരും ഒക്കെ അവർക്ക് പറയാൻ അവരുടേതായ ന്യായീകരണങ്ങൾ കാണും. പക്ഷെ എന്നാലും ന്യായീകരണമൊക്കെ ഉണ്ടെങ്കിലും സ്വയം നമ്മളെ തിരിച്ചറിയും പലരും. അത് സമ്മതിക്കാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. പക്ഷെ നിമിഷയുടെ ചില വാക്കുകളൊക്കെ കേട്ടിരുന്നപ്പം സത്യം പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പുള്ളിക്കാരത്തി ഒന്നും മനസ്സിലാക്കാത്ത പോലെ എനിക്ക് തോന്നി. അതായത് ഇന്റർവ്യൂവിന് വന്നിരുന്നിട്ട് പറയാ, ഞാനൊരു വീട്ടമ്മയായിട്ടിരുന്ന എന്നെ ആരെങ്കിലും കാണും, എനിക്കൊരു വാല്യൂ ഉണ്ടാവും. ഇന്നിപ്പോ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നത് എന്താ, എന്റെ ആ വാല്യൂ കൊണ്ടല്ലേ എന്നുള്ള ഒരു ചോദ്യം പുള്ളിക്കാരത്തി ആങ്കറായ അരുണിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതായത് ഒരു രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് കിട്ടിയിട്ട് ആ അവാർഡിന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂവിന് വന്നിരുന്നിട്ട് ഇരിക്കുന്ന അത്ര അഭിമാനത്തോടു കൂടിയിരുന്നാണ് നിമിഷ സംസാരിക്കുന്നത്. സ്വയം തിരിച്ചറിയാത്ത പോലെയാണ് എനിക്ക് അത് കേട്ടപ്പോൾ തോന്നി. പിന്നെ അതുപോലെ ഓരോ കാര്യം എനിക്കൊരു വിലയില്ലെന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ എന്റെ വില എന്താണെന്നറിയോ, എന്റെ കഷം കാണാനും എന്റെ ചെരുപ്പ് പോലും മേടിക്കാനും ആൾക്കാരാണ്, ക്യൂ ആണ് ആൾക്കാർ. എന്റെ വില എന്തെന്നറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിമിഷ ആരാന്ന് തിരിച്ചറിയുന്നില്ല എന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത്. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടോട് കൂടിയാണ് പുള്ളിക്കാരത്തി ഇത് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരത്തിയുടെ ബോധമനസ്സിൽ ഇതെന്തോ ഒരു കുഴപ്പമില്ല, സമൂഹം എല്ലാം അംഗീകരിക്കും. പിന്നെ വട്ട് പിടിച്ച ആൾക്കാരല്ല, ഞാറുവാലിപ്പട്ടിയോ അവര് ചുമ്മാ വെടിയെന്നും വേശയെന്നൊക്കെ വിളിക്കുക. അതൊന്നും കാര്യമാക്കണ്ട. വീട്ടിൽ എന്റെ മക്കളും ഭർത്താവും വീട്ടുകാരും എന്റെ ഒപ്പം ഉണ്ട്, എനിക്ക് അവരെയൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി ഈ ലൈവ് ഇടുന്നു, അല്ലെ പുള്ളിക്കാരത്തിയുടേതായ ഓരോരോ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ വളരെ അഭിമാനത്തോടു കൂടി ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. മറ്റാരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം. അപ്പൊ ആദ്യം ഒന്ന് കേട്ടു തുടങ്ങാം. കഷ്ടത്തിന് ഭയങ്കര ഫാനാ, ഞാൻ എന്ത് ചെയ്യാനാ. പക്ഷെ ഈ കഷ്ടത്തിലേക്ക് ഇത്ര ഫാൻ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ ലൈവിലൊക്കെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത്. കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ തലയൊക്കെ ചൊറിയുമ്പോ തന്നെ എന്റെ മോളെ കഷ്ടം കാണലേ മൂടാവുന്നേ എന്ന് പോലെയുള്ള കമന്റുകൾ വരുമ്പോഴാണ് എന്റെ കഷ്ടത്തിന് ഇത്ര ഡിമാൻഡോ. എന്താണ് ഈ കഷ്ടത്തിന്റെ പിന്നിലെ രഹസ്യം? കഷ്ടം മാത്രമൊന്നുമല്ല കേട്ടോ, സകലത്. യൂറിൻ തുടങ്ങി നമ്മളിടുന്ന വേസ്റ്റ് ചെരുപ്പുണ്ടല്ലോ, അതുവരെ ഞാനിടുന്ന ഇന്നേഴ്സ് വരെ ആൾക്കാർ മേടിക്കാൻ ക്യൂവാ. അപ്പൊ കഷം കണ്ട് മൂടാവുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ആവേശത്തോടെയാണ് പറയുന്നത്. ആ പറച്ചിലിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് നിമിഷയെ മാത്രം കണ്ട് ഇഷ്ടപ്പെട്ട് നിമിഷയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി അടിമയായിട്ടുള്ള ജനങ്ങളാണ് അത് ചോദിക്കുന്നത്. അത് നിമിഷയോട് മാത്രമുള്ള ഇഷ്ടം കൊണ്ട് ചോദിക്കുന്നു എന്നാണ് നിമിഷ അതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ കഷം കാണാൻ വരെ ആൾക്കാർ. പക്ഷെ ഞാൻ പറയാം, അവിടെ ഒരു സ്ത്രീയുടെ ഒരു ഔട്ട്ലൈൻ മതി. അതാണ്, ഒരു സ്ത്രീ ആയാ മതി. എക്സ് ഓർ വൈ നിമിഷ വേണ്ട. അവിടെ കൊണ്ടൊരു പ്രതിമ സ്ത്രീയുടെ വെച്ചാലും ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമൂഹത്തിലെ ദാരിദ്ര്യം പിടിച്ച ആണുങ്ങളുണ്ട്, അല്ലെ ഞരമ്പ് രോഗികളുണ്ട്, എല്ലാരെയും അടച്ച് ആക്ഷേപിക്കുന്നില്ല. അവരാണ് ഇത് ചോദിക്കുന്നത്. ഈ ചെരുപ്പും ഇട്ട വസ്ത്രങ്ങളും ഇതുമൊക്കെ ചോദിക്കുന്നത്. ശരിക്കും പോയി നിമിഷ ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ടാ അറിയാം, സ്ത്രീകൾ ഇട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ തേടി പോവുകയും അത് ചോദിക്കുകയും ചെയ്യുന്നു. ശരിക്കും ഒരു മനോരോഗമാണ്, ട്രീറ്റ്മെന്റ് ആവശ്യമായ മനോരോഗമാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടില് കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കുന്നതും ഇതെല്ലാം മനോരോഗമാണ്, ചികിത്സിച്ച് മാറ്റേണ്ട രോഗമാണ്. അല്ലെങ്കിൽ അത് അവിടെ ഇപ്പൊ ഈ കുട്ടി നിമിഷ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ നിമിഷയുടെ ആ ഭംഗിയും ആ സ്മാർട്ട്നെസ്സും എല്ലാം കൂടെ കണ്ടിട്ട് അങ്ങ് സ്വയം ഒരു പൊങ്ങിയാന്ന് പറയും, സ്വയം പൊങ്ങിയായിട്ടുണ്ട്, SP ആയിട്ടുണ്ട്. കാരണം പുള്ളിക്കാരത്തി ആയതുകൊണ്ട് ജനം അത് ചോദിക്കുന്നു എന്ന്. അതില്ല, സമൂഹം ഇങ്ങനെയാണ്. അവിടെ നിമിഷയ്ക്ക് പകരം സ്ത്രീയുടെ ഒരു കോലം മതി, ചോദിച്ചിരിക്കും. അത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ വന്ന് രണ്ടാമതിരുന്ന് പറയുന്നതിന്റെ കാര്യത്തില് ഇന്റർവ്യൂവിന് വിളിച്ച വാല്യൂവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പണ്ടത്തെ ഞങ്ങൾ ടാപ്പിങ്ങിൽ നിന്ന് റബ്ബർ ടാപ്പിംഗ്, സാധാരണ എന്റെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ സാധാരണ കൃഷിപ്പണിക്കാരനാണ്, ചോദിച്ചിട്ട് റബ്ബർ ടാപ്പ് ചെയ്ത് നടന്ന ഒരു വ്യക്തിയാണ്. അവിടെ നിന്ന് ഞാൻ ഇന്നിവിടെ വന്ന് എനിക്കൊരു വാല്യൂ ഉള്ളതുകൊണ്ടാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ഇവിടെ വിളിച്ചല്ലേ. എനിക്കൊരു വാല്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുവോ? അപ്പൊ അത് ആക്കിയെടുത്തത് ആരാ? ഞങ്ങൾ ഒരുമിച്ചുള്ള നിലനിൽപ്പും ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു എന്താ പറയാ മുന്നോട്ടുള്ള ആ ഒരു പ്രയാണം കൂടി.
ഇതാണ് ഞാൻ പറഞ്ഞ ഇന്റർവ്യൂവിനൊക്കെ വിളിക്കുന്നത് ഏതാണ്ട് ജ്ഞാനപീഠം അവാർഡ് വാങ്ങാൻ വന്നിരുന്നേച്ച് അത്രയും വാല്യുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഇപ്പൊ എന്നെ നിങ്ങൾ ഇന്റർവ്യൂവിന് വിളിച്ചില്ലേ എന്നുള്ള രീതിക്കാണ് ചാനലിന്റെ റേറ്റിംഗ്. രണ്ടാമത് മനസ്സിലാക്കേണ്ട ഈ കിരൺ എന്ന് പറയുന്ന ഈ ആങ്കർ ശരിക്കും പറഞ്ഞാൽ മുഖത്ത് നോക്കിയിരുന്ന് വെടിയെന്നും വേശ്യെന്നും ഇതെല്ലാം വിളിച്ചിട്ടുണ്ട്. അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. നിമിഷ തന്നെ പറയാറുണ്ട് വിദ്യാഭ്യാസം ഇല്ല, കുറവുണ്ടെന്ന്. പക്ഷെ വിദ്യാഭ്യാസം വേണമെന്നില്ല ബുദ്ധിക്ക്. പ്രാക്ടിക്കൽ നോളജും എത്ര പ്രായം കൊണ്ടൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരത്തേക്ക് അതൊന്നും മനസ്സിലായ പോലെ എനിക്ക് തോന്നുന്നില്ല. അടുത്ത് ഇനി അധ്വാനിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, അതൊന്ന് കേക്ക്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു എഫോർട്ട് എടുക്കണ്ട, നമുക്ക് ജോലിക്ക് ഒരാളുടെ അടുത്ത് പോയി കാല് പിടിച്ച് നിൽക്കണ്ട. ഇപ്പൊ നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒത്തിരി ഉണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി. യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് ഇതൊന്നും അല്ലെങ്കിൽ പോലും ഇഷ്ടംപോലെ ആപ്പുകളുണ്ട് അല്ലേ. ഒരുപാട് പേര് ജീവിക്കുന്നുമുണ്ട്, ഒരുപാട് പേര്. അത്രയും പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മളത് പ്രൊമോഷൻ എന്ന രീതിയിലേക്ക് ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എന്നാലും അധ്വാനിച്ച് ജീവിക്കുന്ന സുഖം വേറെ തന്നെയല്ലേ. നാളെ മുതൽ അധ്വാനിക്കാൻ പൊക്കണം. ഞാൻ ഒരു തൂമ്പ മേടിച്ചു തന്നിട്ടേ പോകത്തുള്ളൂ കേട്ടോ. കിളയ്ക്കാൻ പൊക്കും, കപ്പയ്ക്ക് തടവെടുക്കാൻ. എന്റെ അധ്വാനം ഇതാണ്. ഞാൻ അധ്വാനിച്ച് ജീവിച്ച് മടുത്തൊരാളാണ്. റബ്ബർ ടാപ്പിങ് ചെയ്തും റബ്ബറിന്റെ മുകളിലൊക്കെ ഞാൻ പോയി കയറി ഇരുന്നിട്ട് ഇത് പ്ലാസ്റ്റിക് ഒട്ടിക്കാനൊക്കെ ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബക്കാർ ഫുള്ളതായിരുന്നു ജോലി. എൻ്റെ അച്ഛൻ്റെ അനിയന്മാരും ഒക്കെ ആയിട്ട് ഇത് തന്നെ ജോലി, പാപ്പന്മാരെന്ന് പറയും. ഇതിന്റെ അകത്ത് പറയുന്ന കേട്ടോ, ഞാനും കുറച്ച് അധ്വാനിച്ച് ചെയ്ത ടാപ്പിങ്, അതായത് അവരുടെ ഭർത്താവിന് ടാപ്പിംഗ് ആയിരുന്നു, അച്ഛന് ടാപ്പിംഗ് ആയിരുന്നു, അച്ഛന്റെ അനിയന്മാർക്ക് ടാപ്പിംഗ് ആയിരുന്നു. ടാപ്പിംഗ് തൊഴിലാളി, അതായത് റബ്ബർ വെട്ടുകാരെന്ന് പറയുമ്പോൾ കൂലിപ്പണിക്കാരാണ്. വെളുപ്പാങ്കാലത്തൊക്കെ എഴുന്നേറ്റ് പോയി വെട്ടണം, പിന്നെ അത് പാലെടുക്കണം, മരത്തിന്റെ മുകളിലോട്ടൊക്കെ കയറി വെട്ടിവെക്കും, അതേലൊക്കെ കയറി നിന്നെടുക്കണം. കോട്ടയം ജില്ല കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ, ഞാനും പൊൻകുന്നംകാരിയാ, ആ ഭാഗത്തേക്ക് നോക്കിയാൽ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് സ്ത്രീകളും ഇപ്പോഴും ഉണ്ടായിരിക്കും, സ്ത്രീകളും എല്ലാം പോകും പാലെടുക്കാനും അതിനും ഇതിനുമൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു കുടുംബം മുഴുവൻ അധ്വാനിച്ചാണ് ആ കാലത്തൊക്കെ ജീവിക്കുക. അപ്പൊ ഇവരും അങ്ങനെയാണ് ജീവിക്കുക. പക്ഷെ അങ്ങനത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഒരു ജീവിതമാണ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വിഷമിക്കുന്ന ഒരു രീതി. അന്നത്തെ ഇതൊക്കെ കടന്നു പോകത്തുള്ളൂ. ഇവരങ്ങനെ ജീവിച്ചപ്പം അങ്ങനെ ജീവിച്ച് അധ്വാനിച്ച് മടുത്തു എന്നാ പുള്ളിക്കാരത്തി പറഞ്ഞത്. അങ്ങനെ ജീവിച്ചങ്ങ് അധ്വാനിച്ച് മടുത്തു. അപ്പൊ പുള്ളിക്കാരത്തിക്ക് കുറച്ച് തൊലിവെളുപ്പും കാര്യമൊക്കെ ഉണ്ട്. എന്നാൽ അതങ്ങ് യൂസ് ചെയ്തേക്കാന്നങ്ങ് തീരുമാനിച്ചു. അധ്വാനം അവിടെ അങ്ങ് നിൽക്കാമല്ലോ. അവിടെ മറ്റൊന്ന് സംഭവിക്കുന്നുണ്ട്. അധ്വാനിച്ച് ജീവിക്കുന്ന ആ ആങ്കർ ചോദിക്കുന്നുണ്ട്, അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ സുഖമൊന്നും വേറെയല്ലേന്ന്. അത്രയും അഭിമാനമുള്ള മറ്റൊന്നുമില്ല. നമ്മുടെ ഒരു രണ്ടറ്റം മുണ്ട് മുറുക്കി കൊടുത്ത് കഴിയാന്ന് എല്ലാവരും അങ്ങനെ കഴിയണമെന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെയല്ല. അതിന്റെ നമ്മുടെ ഒരു സംസ്കാരം അല്ല. നമ്മൾ പലരും എത്ര പട്ടിണിയാണേലും മാനം വിറ്റ് ജീവിക്കുകയില്ല. അതൊരു കേരളത്തിലുള്ളവരുടെ ഒരു ഇത് തന്നെ. കേരളമല്ല, അങ്ങനെയാണ് ആൾക്കാർ. പക്ഷെ ആ ഒരു സീമ അല്ലെ ആ ഒരു അതിർത്തി ഉണ്ടല്ലോ, അതങ്ങ് ലംഘിക്കാൻ എല്ലാവർക്കും തോന്നില്ല. എത്രമാത്രം മാനം വിറ്റ് ജീവിക്കാതെ ഇനി പട്ടിണിയായ ചിലരൊക്കെ സ്വയം ആത്മഹത്യ ചെയ്യുന്നവർ വരെ ഉണ്ട്. എന്നാലും മാനം വിറ്റ് ജീവിക്കല്ലേ. ഇവരിവിടെ അധ്വാനിച്ച് മടുത്തു എന്ന് പറഞ്ഞപ്പോഴേ ഇവരങ്ങ് കുറുക്കുവഴി ആലോചിച്ചു. ഇപ്പൊ വേശ്യാവൃത്തിക്ക് പുള്ളിക്കാരത്തി പോകുന്നില്ല എന്ന് പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴൊക്കെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞു. വേണ്ടാന്ന് വെച്ചു. ശരി, ഓക്കെ, അതൊരു നല്ല കാര്യം. അതിന് പോയില്ല. നമ്മളിന്ന് നിലവിളക്കിന് പകരം കത്തിച്ചു വെച്ചാൽ മതി എന്ന് പറയുന്ന പല നടിമാരുണ്ടെങ്കിലും അവരൊക്കെ ഈ പറയുന്ന കൂടെ കിടന്നിട്ടാണ്, അല്ലെ അവരുടെ അമ്മമാര് കൂടെ കിടന്നിട്ടാണ് അവർ താരമായെന്നൊക്കെ നമ്മൾ ഗോസിപ്പ് കേട്ടിട്ടുണ്ട്. കുറെയൊക്കെ സിനിമാ ലോകത്തെ പറ്റി അങ്ങനെ പറയുന്നത് ശരി തന്നെയാണ്. അപ്പൊ നിമിഷ ബിജു അതിനു വേണ്ടി പോയിട്ടില്ല, കൂടെ കിടക്കാൻ പോയിട്ടില്ല എന്ന് പറയുന്നു. അഭിമാനത്തോടെ പറയാം. അതെന്താണ് ഒരാളുടെ കൂടെ പോയി കിടന്നുണ്ടാക്കുന്നത്. അപ്പം അതിനേക്കാട്ട് എത്രയോ അഭിമാനമാണ് ഇതെന്നുള്ള അർത്ഥത്തിലാണ് പുള്ളിക്കാരത്തി സംസാരിച്ചത്. പക്ഷെ അതിനേക്കാട്ട് അത്രമേൽ അഭിമാനമാണോ ഇതെന്താണ്? സ്വന്തം വീടിന്റെ മുറി എന്നിട്ട് സ്വന്തം സ്വകാര്യ ഭാഗങ്ങൾ മറ്റുള്ളവരെ പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കുക. 3 ലക്ഷം രൂപ വരെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയും. ഒരു പരിധി വരെ ആ കൂടക്കിടപ്പിന്റെ അത്രയും തന്നെ ഇതും വരും. കാരണം ഇത് സ്വകാര്യമായിട്ട് സ്ത്രീകൾ കാണിക്കാതല്ലേ, മാന്യതയോടെ വസ്ത്രം ധരിച്ച് കൊണ്ടു നടക്കേണ്ട ഭാഗങ്ങൾ കാണിച്ച് വിൽപ്പന നടത്തി കാശുണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. അതും വിൽപ്പനയാണ്, ഇതും വിൽപ്പനയാണ്. കാര്യസാധ്യത്തിന് വേണ്ടി, ഇവിടെ പണത്തിന് വേണ്ടി, അവിടെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കൂടെ കിടക്കുന്നു. ഈ കൂടെ കിടന്നില്ല എന്ന് പറയുന്ന വളരെ അഭിമാനം പോയെന്ന് വലിയ അഭിമാനമായിട്ട് പറയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വന്ന് എന്നിട്ട് കിളയ്ക്കാൻ പോയിട്ട് കാശുണ്ടാക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് പുള്ളിക്കാരത്തി പിന്നെ എന്താണ് ചെയ്യുന്നത്? ശരീരം വിൽപ്പന തന്നെയാണ് നടത്തുന്നത്. പ്രദർശിപ്പിച്ചൊരു വിൽപ്പന. അത് കാണാനല്ലേ ലൈവിൽ ആൾക്കാർ കയറിയിട്ട് പൈസ അടച്ച് പോൺ സൈറ്റിലൊന്നും പോയിട്ടില്ല എന്നോ. അത് ശരി, ഓക്കെ, അതും നല്ല കാര്യം. പക്ഷെ ഇപ്പുറത്തും ചെയ്യുന്നത് എന്താണ്?
അതിന്റെ ഒരു മിനിയേച്ചർ അല്ലേ ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രദർശിപ്പിക്കുക. പിന്നെ ഇപ്പൊ നിമിഷ വിജയെ കവച്ചു വെക്കുന്ന രീതിയിൽ ഒത്തിരിയും സൈറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഒത്തിരി ഫാമിലി വ്ളോഗുകൾ ആംഗ്ലയും പെങ്ങളും എല്ലാം ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിമിഷ ഒന്നും അല്ലാതായി തീർന്നുകൊണ്ടിരിക്കുക. എന്നാലും നിമിഷയുടെ ഈ വീഡിയോ ഞാനെടുത്ത് പുള്ളിക്കാരത്തി ഇതെല്ലാം വളരെ അഭിമാനത്തോടെ പറയുന്നു. അത് നിമിഷയുടെ സൗന്ദര്യം കണ്ടിട്ട് ആൾക്കാർ വന്നെന്നാണ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് പറയുന്ന കണ്ണല്ലാത്ത എല്ലാം പൊന്നാക്കിയേക്കാന്ന് പറഞ്ഞ് പുരുഷന്മാര് സ്ത്രീകളെ വളയ്ക്കും. അന്ന് ഇങ്ങനെ നിന്റെ കണ്ണ് കണ്ടിട്ട് എനിക്കങ്ങ് വളരെ ഇഷ്ടമായി, അല്ലെ നിന്റെ മൂക്ക് ഇഷ്ടമായി, അല്ലെ കോങ്കണ്ണ് പിടിച്ചവരെ ആണെങ്കിലും നിന്റെ കണ്ണാ ഇഷ്ടം എന്ന് പറഞ്ഞ് ആമ്പിള്ളാര് വളയ്ക്കാൻ നോക്കും. അന്ന് ആ സ്ത്രീകൾ വളയുന്നതിന്റെ മെയിൻ കാര്യം അവരാണ് ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരി എന്നുള്ള വിചാരത്തിലാണ് ചെന്ന് വളയുന്നത്. അങ്ങനെയല്ല, പുരുഷന്മാർക്ക് വളയ്ക്കാൻ വേണ്ടിയുള്ള ഡയലോഗ് എന്ന് മാത്രമേ ഉള്ളൂ. അവളല്ലേ അടുത്ത ആള് പുരുഷന്മാർക്ക്, അത്രയേ ഉള്ളൂ. ആ ഒരു തിരിച്ചറിവ് പല സ്ത്രീകൾക്കും വരാറില്ല. അതേപോലെയാണ് നിമിഷ വിചാരിച്ചിരിക്കുന്നത് പുള്ളിക്കാരത്തിയുടെ ഭംഗി കണ്ടിട്ടാണ്. നിമിഷയ്ക്ക് വരെ അവിടെ വേറെ ആരെങ്കിലും കയറി നിന്നിട്ട് ഇങ്ങനെ ശരീരഭാഗം ഒന്ന് കാണിച്ചു നോക്കിയേ, അവിടെ നിൽക്കും ക്യൂ. അതിന്റെ മരവാഴകൾ പോലെ അതിന്റെ താഴെയും ക്യൂ ഉണ്ടായിരിക്കും, ഇല്ലാതിരിക്കത്തില്ല. ഈ ആങ്കർ ശരിക്കും പറഞ്ഞാൽ നിമിഷയുടെ മുഖത്ത് നോക്കി വേശ്യ എന്ന് വിളിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്ക്. നമ്മളിപ്പോ പറയുകയാണെങ്കിൽ പണ്ട് ഈ വേശ്യ പണി അല്ലെങ്കിൽ വേശ്യ സ്ത്രീകളാണ് കൂടുതലും ഈ മാറ് കാണിക്കുകയും വേറെ രീതിയിലൊക്കെ വസ്ത്രം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടുള്ളത്. ഇപ്പൊ അത് നോർമലൈസ് ചെയ്തു. നോർമലൈസ് ചെയ്യാനുള്ള കാരണം നിമിഷയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉത്തരമാണ്? നിമിഷ, അതായത് പണ്ട് വേശ്യാസ്ത്രീകളിലാണ് ഈ ക്ലീവേജ് കാണിക്കലും ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിമിഷയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിമിഷയുടെ ക്ലീവേജ് കാണിക്കുന്ന ഫോട്ടോസ് ഉണ്ട്, ബിക്കിനി ഫോട്ടോസ് ഉണ്ട്. താങ്കളൊരു മോഡൽ ആയതുകൊണ്ടാകുമ്പോൾ അത് ഇട്ടിട്ടുള്ളത്. പക്ഷെ ആൾക്കാരുടെ അട്രാക്ഷൻ അല്ലെങ്കിൽ ആൾക്കാരുടെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഞാൻ വേശ്യപ്പണിക്ക് പോകുന്നത് താങ്കൾ കണ്ടു. താങ്കൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ എന്നെ ഏത് കോലത്തിലാ കണ്ടേ? ഇന്ന് കുലസ്ത്രീ അല്ലേ ഞാൻ? നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഏത് ഡ്രസ് ഇട്ടാ വന്നത് അല്ലേ? അങ്ങനെ നമുക്ക് നോക്കിയാ പോരെ. പക്ഷെ ആൾക്കാരുടെ ഉള്ളിലെ ഒരു ചോദ്യമാണ്. ഒരു ഇന്റർവ്യൂവിന് വിളിച്ചത് വളരെ മാന്യമായിട്ട് കണ്ട് എന്തോ അവാർഡ് കിട്ടിയ ഇതിലിരിക്കുമ്പം ആ ആങ്കർ അങ്ങനെയാണ് വിളിച്ചത്. അയാളെ അഭിനന്ദിക്കേണ്ട കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ചോദ്യം ചോദിച്ചത് അയാൾ അത് ചോദിച്ചത് കിരൺ അങ്ങനെ ചോദിച്ചത് പോരാതെ തന്നെ കമന്റ് ബോക്സിൽ ജനങ്ങൾ അത് ചോദിക്കുക അല്ലെ, അങ്ങനെ ജനങ്ങളുടെ ആ ഒരു പ്രതിനിധിയായിട്ടാണ് കിരൺ അത് ചോദിച്ചത്. കമന്റ് ബോക്സ് നോക്കിയാലും അഭിനന്ദിച്ചുകൊണ്ടുള്ള കമന്റാണ്, കിരണിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കമന്റാണ്. അപ്പം ഇന്റർവ്യൂവിന് പോയിരുന്നതിന് ഒരു സ്ഥാനം കിട്ടിയെന്ന് വിചാരിച്ചാണ് പുള്ളിക്കാരത്തിരിക്കുന്നത്. രണ്ടാമത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ പൈസയും കിട്ടിക്കാണും. ഈ പൈസയ്ക്കപ്പുറം അല്ലെങ്കിൽ പണത്തിനപ്പുറം നിമിഷ ഒരു വില നിമിഷയ്ക്ക് പോലും കൊടുക്കുന്നില്ല. അതാണ് എനിക്ക് ഇതിന്ന് വെച്ചത്. നിമിഷ എന്ന വ്യക്തിക്ക് യാതൊരു വിലയും കൊടുക്കുന്നില്ല. ചുമ്മാതെ അങ്ങ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർവ്യൂവിന് പോയോ, അവിടെ വേച്ചയെന്ന് വിളിച്ചോ, വെടിയെന്ന് വിളിച്ചോ, നോ പ്രോബ്ലം, പൈസ കിട്ടുമോ, അത് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. അതിന് പറയുന്ന ന്യായീകരണം ഞങ്ങൾ ഒത്തിരി അധ്വാനിച്ച് ജീവിച്ചവരാണ്. ഇത് നിമിഷ ഈ പറയുന്ന സമയത്തും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതേപോലെ അഡ്വാൻസ് ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണമെങ്കിൽ ഇപ്പൊ കുറെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർ ഇതുപോലെ തുണി പറിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ വേണമെങ്കിൽ ഇതേപോലെ മുഖം കാണിക്കാതെ മാസ്ക് ഇട്ടും അതും ഇതും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ സ്വന്തം ശരീരഭാഗം പ്രദർശിപ്പിച്ച ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. പക്ഷെ ഒരു നേരം മാത്രം ഫുഡ് കഴിച്ചിട്ടാണേലും അങ്ങനെ ശരീരം വിൽക്കാതെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അല്ലാതെ ഈ പറയുന്ന പോലെ ഞങ്ങൾ അധ്വാനിച്ച് ജീവിച്ച ഇനിയിപ്പോ അത് വേണ്ടെന്ന് വെച്ചു എന്നൊക്കെ പറയുമ്പം എന്തോ ഒരു യുദ്ധം ജയിച്ച് വന്ന പ്രതീതി അവന്. പിന്നെ ഈ പയ്യൻ ഇനി വെടിയെന്ന് വിളിക്കുന്നവിടെ കേൾപ്പിക്കാം. എന്താ പറയാ, നീ ഒരു വെടിയല്ലേ, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ നീ ഒരു വെടിയല്ലേ. എല്ലാ കമന്റ് ബോക്സിലും ഇത് തന്നെയാണ് പറയുന്നത്. എല്ലാ വീഡിയോക്കകത്തും വരുന്നുണ്ട്. അതെ, വരുന്നത് ലൈവിലും വരുന്നുണ്ട്. അങ്ങനെ ഒരു ചോദ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു കമന്റ് വരാനുള്ള റീസൺ നിമിഷയുടെ വേഷം കണ്ടിട്ടാണോ, അല്ലെങ്കിൽ താങ്കളുടെ സംസാരം, താങ്കൾ ചെയ്യുന്ന ക്യാരക്ടർ ആയാലും ഒരു ആക്ടർ ആണെന്ന് പറഞ്ഞു, ആക്ട്രസ് ആണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ ഓരോ ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ ഒരു സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഷക്കീൽ അമ്മേനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു പിക്ചർ ഉണ്ട്. അത് തന്നെയല്ലേ നിമിഷയ്ക്കും വരുന്നത്. സത്യത്തിൽ നിമിഷം അങ്ങനെയാണോ? ഞാൻ ഒരു വെടിയല്ല. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ നീയും ചോദിച്ചു എന്നോട്. എൻ്റെ കമന്റ് ബോക്സിൽ ലൈവിൽ ഇരിക്കുമ്പോൾ എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, വെടിയാണോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നേ, ഇത് അധികം വലിയ പ്രശ്നം ഉണ്ടാക്കിയാൽ പറയും ഞാൻ വെടിയാണ്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് ചോദിച്ചാലും അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഞാൻ ഇന്റർവ്യൂവിന് ഒരു മാന്യ കുലശ്രീ ആയിട്ടല്ലേ വന്ന എന്നുള്ള രീതിയിൽ സംസാരിച്ചു വിടും. പിന്നെ ഇനിയിപ്പോ പുള്ളിക്കാരത്തി സ്വയം പൊങ്ങിയാന്നുള്ളതിന്റെ അയ്യോ എന്റെ ജെട്ടി ചോദിച്ചു വരുന്നു, ബ്രാ ചോദിച്ചു വരുന്നു, പിന്നെ ഇടുന്ന ചെരുപ്പ് ചോദിച്ചു വരുന്നു. അയ്യോ എനിക്കൊരു വിലയില്ലെന്ന് ചിലവന്മാരൊക്കെ കമന്റിലിടും. എനിക്കെന്താ വില അറിയാവുന്നു? എന്താ വില? അവിടെയാണ് നിമിഷ സ്വയം ചോദിക്കേണ്ട വില. നിമിഷയ്ക്ക് എന്താണ് വില?
ഈ ജെട്ടി ചോദിക്കെടുക്ക്, ഇത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതൊക്കെ ചോദിക്കുന്ന ഞരമ്പന്മാരല്ല, സമൂഹത്തിൽ ഒരു വില അതിന്നു. ഞരമ്പന്മാര് ലൈവിന്റെ താഴെ വന്ന് ജെട്ടി ചോദിച്ചെന്നോർത്തോ ബ്രാ ചോദിച്ചെന്നോർത്തോ സമൂഹത്തിൽ ഒരു വിലയും കിട്ടത്തില്ല, ഒരു വിലയും കിട്ടത്തില്ല. ഇപ്പൊ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല, നിമിഷയ്ക്ക് ആവശ്യമില്ല. എന്നാലും അവരത് ചോദിക്കുന്നോണ്ട് ഞാനൊരു സംഭവമാണ്, ഞാനൊരു പ്രസ്ഥാനമാണ്, അയ്യോ ഞാൻ എന്റെ വ്യക്തിയെ സമ്മതിക്കണം, എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു, ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നതിൽ ഒരു കാര്യമില്ല. കുറെ ഞരമ്പന്മാരുടെ ഇടയിൽ ഇങ്ങനെ അന്നാ ഒന്നും ആലോചിക്കുക, ആ ഞരമ്പന്മാരിൽ ആരെങ്കിലും ഈ ജെട്ടി ചോദിച്ച ആരെങ്കിലോടും ഇപ്പൊ നിമിഷ കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണായിരുന്നെങ്കിൽ എന്നെ ഒന്ന് കല്യാണം കഴിക്കാവോ എന്ന് ചോദിച്ചു നോക്കണം. അപ്പൊ അറിയാം അതിന്റെ മറുപടി. അത്രയേ ഉള്ളൂ. അവർക്ക് ആ നയനസുഖം അല്ലെങ്കിൽ ആ കണ്ടിരിക്കുന്നതിന്റെ ഒരു നയനസുഖം എന്ന് പറയുന്നു. അല്ലാതെ സ്വന്തമായിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് കിട്ടുകയാണെങ്കിൽ അവര് വേണേ എത്ര കാശ് വേണേലും കൊടുത്ത് ആ മണിക്കൂറുകൾ സ്വന്തമാക്കും, അല്ലാതെ ഇല്ല. അപ്പൊ എന്താണ് നിമിഷ എന്ന വ്യക്തിയോട് ആ ചോദിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ, അല്ലെ നിമിഷ എന്ന വ്യക്തിയോട് അവർക്ക് ആർക്കെങ്കിലും റെസ്പെക്ട് ഉണ്ടോ, അല്ലെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഒന്നുമില്ല. അവരാണ് താഴെ എഴുതിയിടുന്നത്, പിന്നെ വേശ്യ വെടി എന്നൊക്കെ എഴുതിയിടുന്നത് അവര് തന്നെയാണ്. അപ്പൊ അവരെങ്ങനെയാണ് കരുതുന്നത്? അപ്പൊ ഒന്ന് സ്വയം മനസ്സിലാക്കിക്കൂടെ എന്ത് വിലയാണ് നമുക്കുള്ളത്? ഇതുപോലെ ശരീര പ്രദർശനം കാണിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലെന്നൊന്നുമല്ല. കാണിച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ പേരെടുത്താൽ എന്ത് പേരാണ് ആ നിലനിൽക്കുന്നത്? ഇനിയിപ്പൊ പറയുന്ന ഒരു കാര്യത്തിനൊരു മറുപടിയുണ്ട്. അതായത് എന്റെ മക്കൾ എന്റെ കൂടെയുണ്ട്, എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെയുണ്ട്, എന്റെ അച്ഛനും അമ്മയും എന്റെ കൂടെയുണ്ട്, പിന്നെ സമൂഹം എന്ത് പറയുന്നത് എനിക്ക് നോക്കണ്ട എന്നൊരു കാര്യം പറയാം. എന്റെ ചെറുപ്പകാലത്ത് കണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, ഒരമ്മ, എനിക്കറിയാവുന്ന ഒരു അമ്മയാണ്. അവരുടെ ഹസ്ബൻഡ് രോഗിയായിരുന്നു, കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചത്. പക്ഷെ ഇവർക്ക് വളരെ ബുദ്ധി വിവരമുള്ള പോലെ അവർക്ക് അവരുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് വളരെ ആഗ്രഹമുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്തു, ആരും അറിയാതെ ഇതേപോലത്തെ ചില പണികളൊക്കെ, അന്ന് സോഷ്യൽ മീഡിയ ഒന്നും അല്ല, അല്ലാതെ കാണുന്നവരുടെയൊക്കെ കൂടെ രാത്രിയിലോ എങ്ങനെയൊക്കെയോ പോയി അവർ പൈസ ഉണ്ടാക്കി മക്കളെ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കി. 3-4 മക്കളുണ്ട്. 3-4 മക്കളെ ഭയങ്കര വിദ്യാഭ്യാസം കൊടുത്തു, പഠിപ്പിക്കാൻ കാശ് കാണുമല്ലോ, പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് മക്കളെ എല്ലാം നല്ല നിലയിലെത്തി. പക്ഷെ ചെറുതായിട്ട് പേരങ്ങ് നാട്ടിൽ പോയിട്ടുണ്ട് ഈ പുള്ളിക്കാരത്തിയുടെ. എത്ര രഹസ്യമായിട്ട് ചെയ്താലും ആൾക്കാരറിയല്ലോ. അതിൽ ആ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ മക്കളായിപ്പോയാലും ഡോക്ടറായ മക്കളൊക്കെ സ്നേഹിച്ച് കല്യാണം കഴിച്ച്, കൂടെ പഠിച്ചവരെയൊക്കെ സ്നേഹിച്ച് കല്യാണമൊക്കെ കഴിച്ച്, അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ അറിയുന്ന ചില കാര്യങ്ങൾ, ആ പുള്ളിക്കാരത്തിയുടെ പ്രായമായി മരിക്കാറായ സമയത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നാട്ടിൽ പറയുന്നതൊക്കെ കേട്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ മക്കള് ഈ അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കുക എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവരെ കാണാൻ വരികയില്ല. കല്യാണം കഴിച്ച സ്വന്തം വൈഫിനെയും അയാൾക്കുണ്ടായ മക്കളെ എല്ലാം കൂടെ കൂട്ടി അമ്മയെ ഒന്ന് കാണാൻ വരികയില്ല, അമ്മയെ അടുപ്പിക്കുകയല്ല. പക്ഷെ ആരും അറിയാതെ അമ്മയ്ക്ക് പൈസയൊക്കെ അയച്ചു കൊടുക്കും. അമ്മയായിട്ട് ഒരു ബന്ധവും വെക്കുകയല്ല. എന്താണെന്നറിയാം, അമ്മ അനാവശ്യ പണിക്ക് പോയി കാശുണ്ടാക്കി അത് അവർക്ക് അന്നേ അറിയാം. അത് യൂസ് ചെയ്ത് അവർ പഠിച്ച് മിടുക്കരായി. പക്ഷെ അവര് വലുതായി കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം അവരുടെ ഭാര്യയോ ഭാര്യ വീട്ടുകാരെയോ അല്ലെ അവരെ ഒന്നും അമ്മയായിട്ട് അടുപ്പിക്കാനോ അമ്മയെ കാണിക്കാനോ ഒന്നും അവർക്ക് അഭിമാനം സമ്മതിക്കുന്നില്ല. അമ്മയായിട്ട് പിന്നീട് അവരൊരു അടുപ്പം വെച്ചിട്ടില്ല, പക്ഷെ പൈസയൊക്കെ അയച്ചു കൊടുക്കും. അതാണ് ഉണ്ടായത്. ഈ കേസിലൊക്കെ അതാണ്, മക്കള് മേടിച്ചെടുത്ത് പഠിച്ച് വൃത്തിയായിട്ട് വളർന്നു വരും. കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ ജീവിതമാകുമ്പോൾ അവർക്ക് അമ്മയൊരു ബാധ്യത നാണക്കേടുവാകും. കാരണം നാണക്കേടാണ്, അമ്മ ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയെന്ന് ഞങ്ങളെ പഠിപ്പിച്ചെന്നും 3 ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കുന്ന നിമിഷയ്ക്ക് അന്ന് ഈ ഉണ്ടാക്കിയതൊരു ബാധ്യതയായിട്ട് വരും. കാരണം ഭർത്താവ് കൂടെ നിൽക്കുമെന്നും ചിലപ്പോൾ അച്ഛനും അമ്മയും കൂടെ നിൽക്കും. പക്ഷെ വളർത്തിക്കൊണ്ട് വരുന്ന മക്കൾ കൂടെ നിൽക്കണമെന്ന് ഒരു ഇതുമില്ല. അന്നായിരിക്കും ഒരുപക്ഷെ തിരിഞ്ഞു നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.